പ്രാർത്ഥനകൾ വിഫലമായി. തെരുവുനായുടെ കടിയേറ്റതിനെ തുടർന്ന് പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി നിയ ഫൈസൽ ലോകത്തോട് വിട പറഞ്ഞു. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ ജാസ്മിൻ മൻസിലിൽ ഫൈസൽ ഹബീറ ദമ്പതികളുടെ മകളാണ് നിയ ഫൈസൽ. മുഹമ്മദ് ഇഷാൻ ഏക സഹോദരനാണ്. പുലർച്ചെ 1:30 തിരുവനന്തപുരം SATയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. മരണവിവരം അറിഞ്ഞയുടൻ വിളക്കുടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസുമായി ഡ്രൈവർ ഈസ തിരുവനന്തപുരത്തേക്ക് പോയി മൃതദേഹം നാട്ടിൽ കൊണ്ടുവരികയായിരുന്നു. രാവിലെ 7:45 പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്തിലെത്തിച്ച മൃതദേഹം സുരക്ഷാ ക്രമീകരണങ്ങളോടെ കബറടക്കി. ബന്ധുക്കളുടെ ആവശ്യം അനുസരിച്ച് മതാചാരപ്രകാരം കബറടക്കാൻ മൃതദേഹം വിട്ടുനൽകുകയായിരുന്നു. കഴിഞ്ഞ മാസം 8-നായിരുന്നു വീടിന് മുന്നിൽ വെച്ച നിയ ഫൈസലിനെ തെരുവുനായ കടിച്ചത്. വാക്സിൻ എടുത്തിട്ടും കുട്ടിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് പേവിഷബാധയേറ്റതായി ബോധ്യപ്പെട്ടു. പിന്നീട് തിരുവനന്തപുരം SATയിൽ ചികിത്സയിലായിരുന്നു നിയ ഫൈസൽ. ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി നിയ ഫൈസൽ വിട പറയുമ്പോൾ കണ്ണീരോടെ നോക്കി നിൽക്കാനേ ഏക സഹോദരൻ മുഹമ്മദ് ഇഷാന് കഴിഞ്ഞുള്ളൂ. പുനലൂരിൽ നിന്നും റിയാദ് കുന്നിക്കോടിനൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.